ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് BJP ദേശീയ വക്താവ് ഷഹസാദ് പൂനെവാല രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് ഇത്രയും നിർണായകമായ ഒരു ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ രാഹുൽ വീണ്ടും വിദേശ പര്യടനം നടത്തുകയാണ്. രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവല്ല, പര്യടന നേതാവാണ് എന്നാണ് BJPയുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. നിർണായക ഘട്ടങ്ങളിലെല്ലാം വിദേശ രാജ്യങ്ങളിൽ പോയി നമ്മുടെ ഈ മഹത്തരമായ രാഷ്ട്രത്തിന്റെ ജനാധിപത്യ സംസ്കാരത്തെ വിമർശിക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ശൈലിയെന്നും ഷഹസാദ് പൂനെവാല, അദ്ദേഹം BJPയുടെ ദേശീയ വക്താവാണ്, വലിയ വിമർശനം BJP ദേശീയ തലത്തിൽ നടത്തുന്നു. ജിഷ്ണു കൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ഡൽഹിയിൽ തയ്യാറാണ്. ജിഷ്ണു, ഈ ശൈത്യകാല സമ്മേളനത്തിലും രാഹുൽ വിദേശ പര്യടനത്തിനായി പോകുകയാണ്. BJP രൂക്ഷ ഭാഷയിലുള്ള വിമർശനം നടത്തിയിരിക്കുന്നു. കാരണം ഇത് ആദ്യത്തെ സംഭവമല്ല. ഏതൊക്കെ നിർണായക ചർച്ചകൾ നടക്കുന്നു ആ സമയങ്ങളിലൊക്കെ ഇദ്ദേഹം വിദേശത്തേക്ക് പോകുന്നു. വിദേശത്ത് എന്ത് കാണിക്കുന്നു എന്ന് ആർക്കും അറിയത്തില്ല. ഇങ്ങനെ ഒരു പരിഹാസ്യ കഥാപാത്രമായി രാഹുൽ കുറേ കാലമായി നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലുണ്ട്. പറയൂ ജിഷ്ണു. രാഹുലിനെ പര്യടന നേതാവ് എന്നുള്ളതാണ് BJP വിശേഷിപ്പിച്ചിട്ടുള്ളത്. വസ്തുതകൾ പരിശോധിക്കുമ്പോൾ അത് ശരിവെക്കാനും സാധിക്കും. കാരണം രാജ്യത്ത് ഏത് തരത്തിലുള്ള നിർണായക സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും, അത് പാർലമെന്റ് സമ്മേളനമാണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണമാണെങ്കിലും, ഏത് വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു പാർട്ടിയുടെ പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന രാഹുൽ പലപ്പോഴും അവധി ആഘോഷിക്കാൻ വിദേശത്ത് പോകുന്നത് ഇത് ആദ്യത്തെ സംഭവമില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം നടക്കുമ്പോൾ, സമ്മേളനം 19 വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനുള്ളിൽ ഇപ്പോൾ രാഹുൽ വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. അതിനെയാണ് രൂക്ഷമായി തന്നെ BJP വിമർശിച്ചിട്ടുള്ളത്. LOP എന്നുള്ളത്, അതായത് ലോക്സഭാ പ്രതിപക്ഷ നേതാവല്ല, അദ്ദേഹം പര്യടന നേതാവാണ് എന്നുള്ളതാണ് BJPയുടെ ദേശീയ വക്താവ് ഷഹസാദ് പൂനെവാല കൂട്ടിച്ചേർത്തിട്ടുള്ളത്. കൂടാതെ ഈ എപ്പോഴെല്ലാം വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ടോ അപ്പോഴെല്ലാം വിദേശ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മുടെ ഭാരതത്തെ അപഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളും പ്രസ്താവനകളുമാണ് രാഹുൽ നടത്തിയിട്ടുള്ളത്. അത് രാഹുലിൻ്റെ രക്തത്തിലുള്ളതാണ് എന്ന വിമർശനം കൂടി BJP ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ വിദേശ യൂണിവേഴ്സിറ്റികളിൽ നിന്നുകൊണ്ടാണെങ്കിലും വിദേശ വേദിയിൽ നിന്നുകൊണ്ടും ഭാരതത്തിൻ്റെ ജനാധിപത്യ സംവിധാനം പൂർണ്ണമായും തകർന്നു എന്ന പ്രസ്താവന പോലും രാഹുൽ നടത്തിയിരുന്നു. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ ജനാധിപത്യം അതിൻ്റെ ഏറ്റവും മനോഹരമായ രീതിയിൽ കൊണ്ടാടുന്നൊരു രാജ്യമാണ് ഭാരതം. ആ ഭാരതത്തിൽ ജനാധിപത്യം പൂർണ്ണമായും തകർന്നു എന്ന പ്രസ്താവന നടത്തിക്കൊണ്ട് വിദേശ മണ്ണിൽ ഭാരതത്തെ അപമാനിച്ച നേതാവാണ് രാഹുൽ. ആ രാഹുലാണിപ്പോൾ പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ നിർണായകമായിട്ടുള്ള ചർച്ചകൾ, ജനങ്ങളെ ബാധിക്കുന്ന വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ ചോദ്യോത്തര വേളകളിൽ പങ്കെടുത്തുകൊണ്ട് അത് ഉന്നയിക്കാനും അതിന്മേലുള്ള ചർച്ചകൾ നടക്കാനും വേദിയാകുന്ന പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നത്, അതിനെയാണ് രൂക്ഷമായ ഭാഷയിൽ BJP വിമർശിക്കുന്നത്. ഗൗതം. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഒരു പര്യടന നേതാവാണ് എന്നാണ് BJP ദേശീയ വക്താവ് ഷഹസാദ് പൂനെവാല വിമർശിക്കുന്നത്. ഏത് നിർണായക ചർച്ചകൾ പാർലമെന്റിൽ നടക്കുമ്പോഴും ഈ പ്രതിപക്ഷ നേതാവ് വിദേശത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ തുടർച്ചയായി വിദേശത്ത് പോയി നമ്മുടെ രാജ്യത്തെ മോശവൽക്കരിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി മാത്രമാണ് രാഹുൽ എന്നാണ് BJP ദേശീയ നേതൃത്വത്തിൻ്റെ വിമർശനം.